ഹലോ ഫ്രണ്ട്സ്, അമ്മൂസ് പൊടിക്കൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ദോശയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതിൽ നമ്മൾ ഇഷ്ടം പോലെ വെജിറ്റബിൾ ഉപയോഗിക്കുന്നത് കൊണ്ട് വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്കും ഈ ദോശ ഇഷ്ടമാകും. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാവുന്ന ഒന്നാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ എൻ്റെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്ന ഒന്നാണ്. ഒരു വട്ടം ഉണ്ടാക്കി നോക്കൂ, ഞാൻ ഉറപ്പ് തരുന്നു ഇത് നിങ്ങൾക്കും ഇഷ്ടമാകും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഇത് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുണ്ടാക്കുന്നതിനായി ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ അരിപ്പൊടി നമുക്ക് ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുകൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നമ്മുടെ സ്വാദനുസാരം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി നമുക്കൊന്ന് യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ദോശമാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ദോശമാവിൻ്റെ പരുവത്തിൽ നല്ലതുപോലെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ആ സമയത്തിന് ഇതിന് വേണ്ടുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ക്യാബേജ് പൊടിയായി അരിഞ്ഞെടുത്തത്, ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത്, ഒരു ചെറുനാരങ്ങയുടെ ഹാഫ് ഉണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, 1 ടൊമാറ്റോ ചെറുതായി അരിഞ്ഞെടുത്തത്, കുറച്ച് മല്ലിയില, അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ കറിവേപ്പില ആയാലും മതി. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളെല്ലാം ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ പൊട്ടാറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് അതും ചേർക്കാം. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ആണോ ഇഷ്ടമുള്ളത് അതെല്ലാം ഇതിനകത്ത് മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ വെജിറ്റബിൾ എല്ലാം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് കൊണ്ടുവരാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ജീരകം അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കണം. ഈ സവാള ഇവിടെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഫ്രൈ ആവണ്ട, ഈ ഒരു അളവിൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി വെജിറ്റബിളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും എല്ലാം ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങ് വെന്ത് പോവുകയൊന്നും വേണ്ട. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി വെച്ച് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് ആക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഈ വെജിറ്റബിളിന് വേണ്ടിയിട്ട് മാത്രം ശകലം ഉപ്പിട്ട് ചേർത്ത് കൊടുക്കുക. എടുത്ത് വെച്ചിരുന്ന ടൊമാറ്റോയും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ നാരങ്ങയും കൂടെ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇതിങ്ങനെ ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എത്ര വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ഇത് നല്ല സ്വാദായിട്ട് കഴിച്ചോളും. അവർക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയായിരിക്കും ഇത്. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും വെന്ത് കിട്ടിയാൽ മതി, ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട. ഇതിനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വെക്കാം. ഇതിപ്പം ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് ഇനി ഈ ബാറ്ററിലോട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾ എല്ലാം ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഈ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് കറിവേപ്പില ഇട്ടാലും മതി. ഞങ്ങൾക്കിത് ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങളിത് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇച്ചിരി നെയ്യ് ഒന്ന് തൂത്ത് കൊടുക്കണം. എന്നിട്ട് ഓരോന്നോരോന്നായി നമുക്ക് ഈ ദോശ ഒന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ ഒരു സൈഡായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കൊരു ശകലം നെയ്യ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിടാം മറുപുറം ഒന്ന്. ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് നമുക്ക് ചുട്ടെടുക്കാൻ ഓരോരോ ദോശകളും. ഇതിപ്പോൾ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എടുത്ത് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ചുട്ടെടുക്കാം. ഇതുപോലെ ദോശ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദോശ മറന്നേ പോകും. അത്രയ്ക്ക് ടേസ്റ്റും ഹെൽത്തിയുമായിട്ടുള്ള ഒന്നാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാവുന്ന ഒന്നാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയുമായി ഇനിയും വരാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും താങ്ക് യു വെരി മച്ച്.